Hi everyone, welcome to Polymaths. This is Satish with you. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്ന ടോപ്പിക്കാണ്. +2 സിലബസിലെ പാർട്ട് 1-ലെ 5-ാമത്തെ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ 2-ാമത്തെ ഭാഗമാണ് ഡിഫറൻഷ്യബിലിറ്റി എന്നത്. ഈ ഡിഫറൻഷ്യബിലിറ്റി എന്നത് നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ലല്ലോ. ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേറ്റീവ്സ്, അതായത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ഒരു ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റൊരു ഭാഗമാണ് ഡിഫറൻഷ്യബിലിറ്റി എന്നത്. അപ്പോൾ 2-ാമത്തെ ഭാഗമായ ഡിഫറൻഷ്യബിലിറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഡെറിവേറ്റീവ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. എന്തായിരുന്നു ഒരു ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? y = f(x) എന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നാൽ ഒരു ലിമിറ്റാണ്. ഏത് ലിമിറ്റ്? ലിമിറ്റ് h tends to 0 f of x plus h, limit h tends to 0 f of x plus h minus f of x divided by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ആ ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നത്. ഇത് നമ്മൾ കണ്ടതാണ്. ഇതിനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എക്സിൻ്റെയും x⁻n-ൻ്റെയും sin x, cos x, tan x ഇവയുടെയൊക്കെ ഡെറിവേറ്റീവ് ഡിറൈവ് ചെയ്തിട്ടുമുണ്ട്. ഇതുപോലെ കുറേയധികം ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവുകൾ ഡിറൈവ് ചെയ്തെടുത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നാൽ ഡെറിവേറ്റീവ് എന്ന പ്രോസസ്സ്, ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സ് കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി. ഒരാൾക്ക് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യലിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്നത് 2 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, 2 മെത്തഡ്സ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അയാൾ ഡെറിവേറ്റീവ്സിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും. നിങ്ങൾക്കും ഒരു സൂപ്പർ സ്റ്റാർ ആകണമെങ്കിൽ, ഡെറിവേറ്റീവിലെ ഒരു സ്റ്റാർ ആകണം നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങൾ അതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, രണ്ടാമതായി മെത്തേഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്? ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. 16 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പരിചയിച്ച റിസൾട്ടുകൾ തന്നെയാണ്. ഒപ്പം ഒരു 6 റിസൾട്ടുകളും കൂടി പിന്നീട് നമ്മൾ പഠിക്കും. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ആണ്. അത് ആ സെഗ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 16 റിസൾട്ടുകൾ ഇവയാണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കണ്ടതാണ്. എങ്കിലും ഒരു തവണ കൂടി ഓർക്കണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എഴുതിയെടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ്? ഫസ്റ്റ് റിസൾട്ട്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് = 0. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് എന്നത് സ്ഥിരാങ്കമാണ്, സ്ഥിരസംഖ്യയാണ്. അതിന് ചേഞ്ച് ഇല്ല, മാറ്റമില്ല. അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ dk/dx, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന് മാറ്റം ഉണ്ടായാലും കോൺസ്റ്റൻറ്റിന് മാറ്റമില്ല. അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ചും ഇല്ല. അതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് d/dx of x is 1. d/dx of x⁻n, derivative of x⁻n is n into x⁻n-1. അതായത് എക്സിൻ്റെ പവറുകളുടെ ഡെറിവേറ്റീവ് എടുക്കാൻ പവർ മുന്നിൽ കൊണ്ടുവരിക, പവർ 1 കുറച്ച് ആ എക്സ് എഴുതുക. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് 1/x - 1/x² ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1/x⁻n - n/x⁻n+1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് √x is 1/2√x. ഡെറിവേറ്റീവ് ഓഫ് 1/√x is -1/2x into √x. 2x √x എന്നത് ഡിനോമിനേറ്ററിലാണ്, അത് ശ്രദ്ധിക്കണം. 8-ാമത്തെ റിസൾട്ട് ഡെറിവേറ്റീവ് ഓഫ് e⁻x. e⁻x തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് log x is 1/x. ഡെറിവേറ്റീവ് ഓഫ് a⁻x is a⁻x into log a. ഡെറിവേറ്റീവ് ഓഫ് sin x is equal to cos x. ഡെറിവേറ്റീവ് ഓഫ് cos x is minus sin x. Derivative of tan x sec²x and derivative of cosec x is minus cosec x cot x. Derivative of sec x is sec x tan x. Derivative of cot x is minus cosec²x. These are the 16 result. ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എഴുതി പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്
എടുത്തുപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൽ തീർച്ചയായിട്ടും ഇത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ടത് ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ആൾജിബ്ര. അപ്പോൾ ആൾജിബ്രയും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് കൃത്യമായി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആൾജിബ്രിക് റൂൾസ് നമുക്ക് നോക്കാം. ഒന്നാമതായി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അതായത് രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്നത് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ എന്നായിരിക്കും. രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് അവരുടെ ഡെറിവേറ്റീവുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. രണ്ടാമതായി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. എന്താ പറഞ്ഞേ? രണ്ട് ഫംഗ്ഷനുകളുടെ ഡിഫറൻസുകളുടെ ഡെറിവേറ്റീവ് അവയുടെ ഡെറിവേറ്റീവുകളുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ റൂൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. നോക്കണം, ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കാൻ, ഡെറിവേറ്റീവ് എടുക്കാനാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് റൂൾ എന്ന് ചോദിച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. മറ്റൊരു തരത്തിൽ പറയാം, ഫസ്റ്റ് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൽ ഡെറിവേറ്റീവ് കാണാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നാലാമതായി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് പ്രൊവൈഡഡ് ദാറ്റ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, ഓക്കെ, ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f of x into derivative of g of x all divided by g of x square. ഈ റൂളിനെ നമ്മൾ മറ്റൊരു പേരിലും വിളിക്കും. ഈ റൂളിൻ്റെ പേരാണ് കോഷ്യന്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റൂൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഒന്ന് പ്രോഡക്റ്റ് റൂൾ, രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഈ റൂൾ നമ്മൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോഷ്യന്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും വരുന്നത്. ആൾജിബ്രയിൽ ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു റൂളും കൂടെ പഠിക്കാനുണ്ട്. അഞ്ചാമത്തെ റൂൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കാൻ കോൺസ്റ്റന്റ് പുറത്തിട്ടിട്ട് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ മാത്രം ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഈ 5 റൂളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അഡീഷനിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ സബ്ട്രാക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. ഇത് രണ്ടിലും പ്രത്യേക റൂളുണ്ട്.
അത് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് കോഷ്യൻ്റ് ആണെങ്കിൽ കോഷ്യൻ്റ് റൂൾ ഉണ്ട്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ലാസ്റ്റ് റൂൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെളിയിലിട്ടിട്ട് ഫംഗ്ഷൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്ത് ചെയ്താൽ മതി. ഇത്രയുമാണ് ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. ഇത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കാനുള്ളത് വ്യത്യസ്തങ്ങളായ ഫംഗ്ഷനുകളെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ ഫംഗ്ഷനുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയാണ്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സിൽ ആദ്യത്തേത് ചെയിൻ റൂൾ. ചെയിൻ റൂൾ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യൂ എന്നൊരു ചോദ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചോദ്യത്തെ പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം അങ്ങനെ ചോദിക്കില്ല. പകരം താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യൂ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അത് ചെയിൻ റൂൾ ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതായത് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻഷ്യലിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം കാണുമ്പോൾ അത് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം നമുക്ക് ചെയിൻ റൂൾ എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പഠിക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷനുകളിൽ ഞാൻ 16 സ്റ്റാൻഡേർഡ് ഫംഗ്ഷനുകളുടെ റിസൾട്ടുകൾ ഇവിടെ എഴുതി തന്നിരുന്നു നിങ്ങൾക്ക്. അത് മറക്കരുത്. ആ 16 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഏതെങ്കിലും ഒരു റിസൾട്ടിൽ ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 99% അത് ചെയിൻ റൂൾ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. y ഈക്വൽ ടു സൈൻ എക്സ് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനാണ് അല്ലേ? y ഈക്വൽ ടു സൈൻ എക്സ് എന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനാണ്. ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നു എന്നിരിക്കട്ടെ. അതായത് ഇങ്ങനെ y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നു എന്നിരിക്കട്ടെ. എക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ അവിടെ വന്നത് എക്സ് സ്ക്വയർ, എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷനാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ചെയിൻ റൂളാണ്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ചെയിൻ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കാം. ഇങ്ങനെ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് വന്നാൽ നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാം? ചെയിൻ റൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് എഫ് ഓഫ് എക്സ് ആയിരുന്നു വരേണ്ടത്. എഫ് ഓഫ് എക്സ് വരേണ്ടടുത്ത് ജി ഓഫ് എക്സ് വന്നു. ആ എക്സിന് പകരം വന്നിരിക്കുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സിന് യു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ജി ഓഫ് എക്സിന് യു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ y എന്തായി മാറും? എഫ് ഓഫ് യു എന്ന് മാറും. ശരിയല്ലേ? അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് യു ആവുകയും യു ജി ഓഫ് എക്സ് ആവുകയും ചെയ്തു. ഇവിടെ രണ്ട് ഫംഗ്ഷനുകളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു എന്നും ഇവിടെ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നും കിടക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. y എന്ന ഫംഗ്ഷൻ എക്സിലുള്ള ഡിഫറൻഷ്യൽ, എക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ dy ബൈ ഡി എക്സ് ആണ് കണ്ടെത്തേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം കിട്ടിയ ആദ്യത്തെ ഫംഗ്ഷനെ ഈ യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. യുവിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡിഫറൻഷ്യൽ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. dy ബൈ ഡി എക്സ് എന്നാൽ എന്താ? dy ബൈ ഡി എക്സ് എന്നാൽ ഡിഫറൻഷ്യൽ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു യു, ഡിഫറൻഷ്യൽ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് dy ബൈ ഡി എക്സ് ആണ്. എങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു യു ആരായിരിക്കും? dy ബൈ ഡി യു ആയിരിക്കും. അത് എഫ് ഡാഷ് ഓഫ് യു എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക. രണ്ടാമതായി ഇതിനെ യുവിനെ
ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ട് യുവിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്. ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുക. ഒരു തവണ കൂടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഓഫ് എക്സ് വരേണ്ടടുത്ത് വന്നത് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സിന് യു എന്ന് കൊടുത്തു. അപ്പോൾ y എഫ് ഓഫ് യു എന്ന് മാറി. ഈ ഫംഗ്ഷനെ യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഡി വൈ ബൈ ഡി യു കണ്ടുപിടിച്ചു. ഈ ഫംഗ്ഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. രണ്ടും കിട്ടി. ഇത് രണ്ടുമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ്. അത് കിട്ടാൻ ഒരു മാർഗമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കിട്ടേണ്ടത് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇൻ ടു സെക്കൻഡ് വൺ ഡി യു ബൈ ഡി എക്സ്. ഡി യു ക്യാൻസലായി ഡി വൈ ബൈ ഡി എക്സ് കിട്ടില്ലേ? ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ, അതായത് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, അതായത് എഫ് ഡാഷ് ഓഫ് യു ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് ചെയ്താൽ മതി. ഇതാണ് ചെയിൻ റൂളിൻ്റെ തിയറി. പക്ഷേ ഇതിനേക്കാൾ വളരെ വളരെ എളുപ്പത്തിലായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിലല്ല, ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ തിയററ്റിക്കൽ മെത്തേഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ തിയററ്റിക്കൽ മെത്തേഡിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെന്നല്ല, ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ, ഈസി മെത്തേഡിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെന്നാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു മെത്തേഡുണ്ട്. അതാണ് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. Question number 1. Y equal to sine of x square. Find dy by dx. dy by dx അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുക. മക്കളെ, ഇവിടെ ചെയിൻ റൂൾ ആവശ്യമാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. y ഈക്വൽ ടു സൈൻ എക്സ് അല്ല. സൈൻ എക്സ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ, അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം, കോസ് എക്സ്. പക്ഷേ ഇവിടെ സൈൻ എക്സ് അല്ല, സൈൻ എക്സ് സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നു. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നാൽ, എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ ചെയിൻ റൂളാണ്. അപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? വളരെ ലളിതമാണ്, വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഏറ്റവും പുറത്തെ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷനാണിത്. സൈൻ അകത്തുള്ളത് എക്സ് ആയി സങ്കല്പിക്കുക. എക്സ് അല്ല, എക്സ് ആയി സങ്കല്പിക്കുക. ഇത് എക്സ് ആയിരുന്നു എങ്കിൽ സൈൻ എക്സ് ഡെറിവേറ്റീവ് എന്ത് വരുമായിരുന്നു? സൈൻ എക്സ് ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സ് അല്ല, ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ ആണ്, അതുകൊണ്ട് കോസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നു. സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോസ്. അകത്തുള്ളത് അതുപോലെ അവിടെ എഴുതുന്നു, ഒരു മാറ്റവുമില്ല. ഇനി ചെയ്യേണ്ടത് അതിനകത്തുള്ള ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം, എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. എങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. ഇങ്ങനെയല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 1 ആണ്, അതായത് 2x എന്ന് കിട്ടും. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ആ 2x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയിൻ റൂൾ. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് ഔട്ടർ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ, സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോസ്. അകത്തുള്ളത് അതുപോലെ എഴുതി വെക്കണം. ഇൻറ്റു അതിനകത്തെ ഫംഗ്ഷൻ നോക്കണം. അകത്തെ ഫംഗ്ഷൻ ആരാണ്? എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കണം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2x ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ. ചെയിൻ റൂൾ കഴിഞ്ഞു. വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക്. Question number 1. Y equal to sine of x square. Find dy by dx. dy by dx അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുക.
മക്കളെ ഇവിടെ ചെയിൻ റൂൾ ആവശ്യമാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. y ഈക്വൽ ടു സൈൻ എക്സ് അല്ല, സൈൻ എക്സ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ, അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം കോസ് എക്സ്. പക്ഷേ ഇവിടെ സൈൻ എക്സ് അല്ല, സൈൻ എക്സ് സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നു. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ വന്നാൽ, എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ ചെയിൻ റൂളാണ്. അപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? വളരെ ലളിതമാണ്, വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഏറ്റവും പുറത്തെ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷനാണിത്. സൈൻ അകത്തുള്ളത് എക്സ് ആയി സങ്കല്പിക്കുക, എക്സ് അല്ല എക്സ് ആയി സങ്കല്പിക്കുക. ഇത് എക്സ് ആയിരുന്നു എങ്കിൽ സൈൻ എക്സ് ഡെറിവേറ്റീവ് എന്ത് വരുമായിരുന്നു? സൈൻ എക്സ് ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സ് അല്ല ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ ആണ്, അതുകൊണ്ട് കോസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നു. സൈൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കോസ്, അകത്തുള്ളത് അതുപോലെ അവിടെ എഴുതുന്നു, ഒരു മാറ്റവുമില്ല. ഇനി ചെയ്യേണ്ടത് അതിനകത്തുള്ള ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. എങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. ഇങ്ങനെയല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 1 ആണ്, അതായത് 2x എന്ന് കിട്ടും. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ആ 2x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയിൻ റൂൾ. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് ഔട്ടർ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ, സൈൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോസ്, അകത്തുള്ളത് അതുപോലെ എഴുതി വെക്കണം. ഇൻറ്റു അതിനകത്തെ ഫംഗ്ഷൻ നോക്കണം. അകത്തെ ഫംഗ്ഷൻ ആരാണ്? എക്സ് സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കണം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2x ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ. ചെയിൻ റൂൾ കഴിഞ്ഞു. വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക്. Question number 2. Y equal to root of tan x. Y equal to root of tan x. Find dy by dx. dy by dx കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? നമുക്കറിയാം റൂട്ട് ടാൻ എക്സ്, റൂട്ട് എക്സ് സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൂട്ട് എക്സിന് ഡിഫറൻഷ്യൽ ഉണ്ട് 1/2 റൂട്ട് എക്സ്. അപ്പോൾ റൂട്ട് ടാൻ എക്സ് എന്നുള്ളത് എന്തായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു? എക്സ് ആയി സങ്കല്പിക്കുന്നു. അപ്പോൾ ഇത് റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഡിഫറൻഷ്യൽ. റൂട്ട് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1/2 റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ്. അപ്പോൾ റൂട്ട് ടാൻ എക്സിൻ്റെത് എങ്ങനെ വരണം? 1/2 റൂട്ട് ടാൻ എക്സ് എന്ന് വരണം. ശരിയല്ലേ? അപ്പോൾ റൂട്ട് ഫംഗ്ഷനെ, പുറത്തുള്ള റൂട്ട് ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. റൂട്ട് എക്സ് ആയിരുന്നെങ്കിൽ 1/2 റൂട്ട് എക്സ്, റൂട്ട് ടാൻ എക്സ് ആയപ്പോൾ 1/2 റൂട്ട് ടാൻ എക്സ്. റൂട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞു. ഇനി റൂട്ട് എക്സ് വരേണ്ടതിന് പകരം ടാൻ എക്സ് ആണ് വന്നത്. അപ്പോൾ അകത്തെ ഫംഗ്ഷൻ ടാൻ എക്സ്, അതിൻ്റെ ഡിഫറൻഷ്യൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ടാൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 6² x. മൾട്ടിപ്ലൈ ചെയ്തു 6² x. സോ ദ ഫൈനൽ ആൻസർ ഈസ് 6² x ബൈ 2 റൂട്ട് ടാൻ എക്സ്. നിസ്സാരം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ എങ്ങനെ എത്രത്തോളം എളുപ്പമാകുന്നു എന്നത് നിങ്ങൾ ചെയിൻ റൂൾ എത്രത്തോളം നന്നായി പഠിച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മെത്തേഡ്സിൽ ഏറ്റവും ആദ്യം പഠിക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുമായ ഒരു മെത്തഡാണ് ചെയിൻ റൂൾ ഡിഫറൻസിയേഷൻ. ഇത് വളരെ കൃത്യമായി പഠിക്കണം. എക്സസൈസ് 5.2-ൽ ഇതിലെ ഏതാനും പ്രോബ്ലംസ് കൂടിയുണ്ട്, അതും ചെയ്ത് പഠിക്കുക. ആ പ്രോബ്ലങ്ങളുടെ ആൻസറുകൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസിക് അക്കാഡമിയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് അധ്യാപകനെ സമീപിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല സമയം നേരുന്നു. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറന്നു പോകാതിരിക്കുക. താങ്ക് യു.